2026 ഫെബ്രുവരി 4 മുതൽ 8 വരെ കാസർഗോഡ് കുണിയ വരയ്ക്കൽ മുല്ലക്കോയ തങ്ങൾ നഗറിൽ നടക്കുന്ന സംസ്ഥാന 100-ാം വാർഷിക മഹാസമ്മേളനത്തിന് രൂപീകരിച്ച സ്വാഗത സംഘം സബ് കമ്മിറ്റിയുടെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കാൻ വേണ്ടി നേതൃത്വം കൂടിയാലോചിച്ചാണ് ഒരു കോർഡിനേഷൻ കമ്മിറ്റിക്ക് രൂപം നൽകിയതെന്ന് കോർഡിനേഷൻ കമ്മിറ്റി ചെയർമാൻ MC മായിൻ ഹാജി പറഞ്ഞു. സുന്നി മഹലിൽ വാർത്താലേഖകരുമായി സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സമ്മേളന സ്വാഗത സംഘം കോർഡിനേറ്റർ എന്ന നിലയിലുള്ള മാനേജർ കെ മോയിൻകുട്ടി മാസ്റ്ററുടെ ജോലിഭാരം കാരണം പ്രവർത്തനങ്ങളെ കോർഡിനേറ്റ് ചെയ്യാൻ വേണ്ടിയാണ് AC മായിൻ ഹാജി ചെയർമാനും കെ മോയിൻകുട്ടി മാസ്റ്റർ കോർഡിനേറ്ററുമായി 7-അംഗ കോർഡിനേഷൻ കമ്മിറ്റി രൂപീകരിച്ചത്. പ്രവർത്തനങ്ങൾ സമസ്ത കേരള ജമിയത്തുൽ ഉലമ നേതൃത്വത്തെ അറിയിച്ച് പരസ്പരം കൂടിയാലോചിച്ച് അന്തിമ തീരുമാനം സമസ്ത മുഷാവറ കൈക്കൊള്ളുന്നതാണെന്നും അബ്ദുസമദ് പൂക്കോട്ടൂരും വ്യക്തമാക്കി. എല്ലാവരും യോഗത്തിൽ നിന്ന് പിരിഞ്ഞു പോയത് മാത്രമല്ല, ഇങ്ങനെയൊരു വിഭാഗീയത നിൽക്കുമ്പോൾ സ്വാഭാവികമായും മഹല്ലുകളിലും സമൂഹത്തിലും ഒക്കെ പ്രശ്നങ്ങൾ സംഭവിക്കും. സോഷ്യൽ മീഡിയ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് പലരും ഈ വിഭാഗീയത വർദ്ധിപ്പിക്കാൻ ശ്രമിക്കും. മീഡിയകളും തന്നെ ഇപ്പോഴത്തെ പ്രത്യേക സാഹചര്യത്തിൽ രാഷ്ട്രീയലാക്കാക്കിയും അതുപോലെ തന്നെ മറ്റെന്തെങ്കിലും ഉദ്ദേശശുദ്ധിയില്ലാത്ത കാര്യങ്ങൾ കൊണ്ടും ഇത് വാർത്തയാക്കി സമൂഹത്തിൽ പലതരത്തിലുള്ള ചേരുതികൾ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ ജനങ്ങൾക്ക് സെൻസേഷണൽ ന്യൂസാണ് ആവശ്യം. അതിനുവേണ്ടി ന്യൂസ് കൊടുക്കുന്നതിന് വേണ്ടി വാർത്തകൾ സൃഷ്ടിക്കുന്ന പലരുമുണ്ട്. അതിൽപ്പെട്ട ആളുകൾ ഇങ്ങനെയുള്ള വാർത്തകൾ സൃഷ്ടിക്കാൻ ഒരു ഹേതുകൾ കിട്ടുന്ന തരത്തിലുള്ള ഒരു വോയിസ് അല്ലെങ്കിൽ വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്യുമ്പോൾ വളരെ കൂടുതൽ ശ്രദ്ധിക്കേണ്ടതാണ്. MP മുസ്തഫൽ ഫൈസിയെ സമസ്ത കേരള ജമിയത്തുൽ ഉലമ മുഷാവറയിൽ നിന്ന് അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്യാൻ ഇടയായ കാരണങ്ങളിൽ അദ്ദേഹത്തോട് രേഖാമൂലം വിശദീകരണം തേടിയിട്ടുണ്ടെന്നും വിശദീകരണം ലഭിച്ച ശേഷം സമസ്ത മുഷാവറ ചേർന്ന് ഉചിതമായ തീരുമാനം കൈക്കൊള്ളുമെന്നും അബ്ദുസമദ് പൂക്കോട്ടൂർ കൂട്ടിച്ചേർത്തു. ഇത് സംബന്ധമായി ചില ചാനലുകളിലും സോഷ്യൽ മീഡിയയിലും മറ്റും വന്ന വാർത്തകൾ വാസ്തവവിരുദ്ധമാണെന്നും സംസ്ഥാന പ്രവർത്തകർ ഐക്യത്തോടെ ഒറ്റക്കെട്ടായി സമ്മേളന വിജയത്തിനു വേണ്ടി പ്രവർത്തിക്കണമെന്നും അബ്ദുസമദ് പൂക്കോട്ടൂർ പറഞ്ഞു. ഈ ചാനൽ ന്യൂസ് മലപ്പുറം. Let's go.